ഹായ്, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ സ്വീറ്റ് ഹോം. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. റവ ഉപ്മാവൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവ് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് മാവൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിന്ന് തേങ്ങാ ചട്നിയുടെ ഒരു റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നും കടലപ്പരിപ്പൊന്നും വേണ്ടെന്നാണെങ്കിൽ ഒഴിവാക്കാം. ഇഞ്ചി വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക, കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഞാനിന്ന് 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. റവയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റവയുടെ പച്ചമണമൊക്കെ മാറണം. അതേസമയം റവയുടെ കളറൊന്നും മാറാൻ പാടില്ല. ഇനി ഇങ്ങനെ താളിച്ച് ചേർക്കേണ്ടതെന്നാണെങ്കിൽ റവ മാത്രം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് ഫ്ലേവർ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കടുക്, ഉഴുന്ന് അതൊക്കെ ചേർത്തത്. അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ വെറുതെ റവ മാത്രം റോസ്റ്റ് ചെയ്താലും മതി. നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ എത്ര അളവാണോ റവ എടുത്തിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ തൈര് ചേർക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരായിരിക്കണം. പുളിയുള്ള തൈര് ചേർക്കാൻ പാടില്ല. പുളിയില്ലാത്ത തൈര്, അതുപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ടുള്ള തൈര് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട് മാവ്. റവ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടി വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം. പക്ഷെ ഒരുപാട് മാവ് ലൂസായി പോരുത്. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിൽ തന്നെ വേണം. ഒരുപാട് ലൂസായി പോരുത്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് മാവ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് പുളിപ്പിക്കുകയൊന്നും ചെയ്യാതെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയല്ല. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 to 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 6-7 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള റവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങാ ചട്നി കൂടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണത്. അപ്പോൾ തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വറ്റൽമുളക്, തീയിലൊന്ന് ചുട്ടതാണിത്.
ഇനി ഇതിലേക്ക് ഒരു 4-5 ചുവന്ന ഉള്ളി ചേർക്കുന്നുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് കട്ടിക്കാണ് ഞാൻ അരച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം ഇഡ്ഡലിയുടെ കൂടെ. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള റവ ഇഡ്ഡലി ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാ ചട്നിയുടെ കൂടെ നമുക്കത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.